റീഡ് ചെയ്തില്ലേ? റീഡ് ചെയ്തില്ലേ? ഉം എവിടെ ആർക്കും മറുപടി ഇല്ലേ? ഉം ക്ലാസ് ഓൺലൈൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് പോവുള്ളൂ കേട്ടോ. എവിടെയാ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? സെൻസിറ്റീവ് പീരീഡ്സ്. സെൻസിറ്റിവിറ്റി പീരീഡ് ഒക്കെ കുറെ മുമ്പ് എടുത്തതാ. ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഏതാണ്? ഏഹ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടെൻഡൻസീസ് ഓഫ് മാൻ അല്ലേ? 14 പോയിന്റ്സ് നോട്ട്സ് എഴുതിയില്ലേ? നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്, പക്ഷെ നോട്ട്സ് ആരും എഴുതിയെടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ള 14 ടെൻഡൻസീസ് അതെ. ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ദെൻ നേരത്തെ പറഞ്ഞ സെൻസിറ്റീവ് പീരീഡ്, അബ്സോർബർ മൈൻഡ്, ടെൻഡൻസീസ് ഓഫ് മാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ കൾച്ചറൽ സബ്ജക്റ്റിൽ ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ളൊരു ഭാഗം തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാംഗ്വേജ് ഫയൽ അല്ലേ കംപ്ലീറ്റ് ചെയ്തത്, മാത്സ് അല്ലല്ലോ. മോണ്ടിസറി ആൽബം ഏതുവരെ എത്തി? സ്റ്റാർട്ട് ചെയ്തില്ല മിസ്. സ്റ്റാർട്ട് ചെയ്തില്ലേ? എക്സാം എന്നാ ഒക്ടോബറിലേക്കല്ലേ വരുന്നത് ഒക്ടോബറിലാണ്. അല്ലേ? ടൈം കിട്ടുന്നില്ല. കമ്മീഷൻ എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. കമ്മീഷന്റെ സമയത്ത് വരുമ്പോ എക്സ്ക്യൂസ് ഉണ്ടാവില്ല. കാരണം ഓരോ ക്ലാസ്സും അതാത് സമയത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ആ രീതി തന്നെ, ആ ഒരു സീരിയസിൽ തന്നെ എടുക്കുക. മിസ് നാളെ ഒരു ഒരു ഡൗട്ട്. ടീച്ചറായി. മിസ് ഒരു ആ ഡൗട്ട്. പറയൂ. മിസ് അയച്ചത് മുഴുവനും പിക്ചർ ആൽബം ചെയ്യണ്ടേ? മിസ് അയച്ച ആ, ഫോട്ടോസ് അങ്ങനത്തെ ഒരു കംപ്ലീറ്റും. ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് മിസ്സേ. വെച്ചാല് ഇപ്പൊ ഒരു പിങ്ക് ടവറിന്റെ തന്നെ ഒരു 5 4 അത്രയും പിക്ചേഴ്സ് ഉണ്ടല്ലോ. അത്രയും പിക്ക് 4 നമ്മള് പിക്ചേഴ്സ്. അത്രയും പിക്ക് നമ്മള് വെക്കണോന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ഒരു ആക്ടിവിറ്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? നമുക്ക് അത് ആക്ടിവിറ്റി മനസ്സിലാക്കുക എന്നുള്ള പിക്ചറും കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്. ആ ആക്ടിവിറ്റിയിൽ 4 പിക്ചർ എന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മൾ ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ടവർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, ഷെൽഫിൽ നിന്ന് എടുത്തു വരേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു പിക്ചർ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടാമത്തെ പിക്ചർ നമ്മൾ ഒരു കോൺസെൻട്രിക് ടവർ മേക്ക് ചെയ്യാണ്, എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ പിക്ചർ കോൺസെൻട്രിക് ടവർ, സെൻട്രലിൽ ഓരോ ക്യൂബ്സും വെച്ചിട്ട് ടോപ്പിൽ ലാസ്റ്റ് ക്യൂബ് വെക്കുന്നതാണ് മൂന്നാമത്തെ പിക്ചർ. നാലാമത്തെ പിക്ചർ ടാൻജന്റ് ടവർ മേക്ക് ചെയ്യുന്നതാണ്. ഐ മീൻ കോൺസെൻട്രിക് അല്ലാതെ ടാൻജന്റ്, ഒരു കോർണറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ടാൻജന്റ് മേക്ക് ചെയ്യും. അപ്പൊ ആ 4 പിക്ചേഴ്സും ഇമ്പോർട്ടന്റ് അല്ലേ? അത് വെച്ചെങ്കിൽ അല്ലേ ആ ആക്ടിവിറ്റിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡൗട്ട് വരാൻ പാടില്ല. ഐ മീൻ എന്റെ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ലാംഗ്വേജിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഡൗട്ട് പ്രതീക്ഷിച്ചത്, പക്ഷെ ലാംഗ്വേജിൽ ആരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ മാത്തമാറ്റിക്കൽ ഏരിയ വരുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് വരും. മാത്തമാറ്റിക്കൽ ഏരിയയിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഐ മീൻ ലാംഗ്വേജ് നമുക്ക് ഓറൽ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ മാത്സ് കോൺക്രീറ്റ് ആയിട്ട്, അതായത് ക്യൂബ്സും ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടിങ് ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ഓരോന്നും ഫോക്കസ് ചെയ്യാണ്ടിരുന്നാൽ, അതായത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ അത് ക്യാച്ച് ചെയ്ത് എന്റെ കൂടെ തന്നെ പോരാണ്ടിരുന്നാല് പിന്നീട് എന്തിനാണ് ഈ പിക്ചർ, ഇതെല്ലാം കൂടെ ഒട്ടിക്കണം, എത്രയേ പിക്ചറാണുള്ളത് എന്നുള്ള കൺഫ്യൂഷൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പിങ്ക് ടവറിൽ 4 പിക്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ ബ്രൗൺ സ്റ്റെയറിലും വരുന്നുണ്ട്. ബ്രൗൺ സ്റ്റെയറിൽ ഹൗ ടു ക്യാരി, പിന്നെ സ്റ്റെയർ മേക്ക് ചെയ്യുക, ഫീൽ ചെയ്യുക.
പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ഒരുമിച്ചുള്ള വേരിയേഷൻ, അതിന്റെ വേരിയേഷൻ. ഡയമെൻഷൻ കൃത്യമായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെഡ് റോഡ്സ് ചെറിയ റോഡ് പിടിക്കുന്ന രീതിയും വലിയ റോഡ് പിടിക്കുന്ന രീതിയും ഫോട്ടോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അത് സ്റ്റെയർ മേക്ക് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക, വിഷ്വൽ ആക്ടിവിറ്റിയാണ്. പിന്നീട് വരുന്നത് നോബിൾ സിലിണ്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് വന്നിട്ടുള്ളത്. നമ്മളത് ക്യാരി ചെയ്യുന്ന രീതി, പിന്നെ ഫസ്റ്റ് പ്രസന്റേഷൻ, അതിന്റെ ഫസ്റ്റ് സിലിണ്ടറും ലാസ്റ്റ് സിലിണ്ടറും വെച്ചിട്ട് സോക്കറ്റും സിലിണ്ടറും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസന്റേഷൻ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ട് റൈറ്റിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. വീണ്ടും ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിൽ മിസ് നിന്ന് ഒരു എടുത്തിട്ട് ഡൗട്ട് റൈറ്റിലേക്ക്. മിസ് ഒരു ആ ഡൗട്ട് മിസ് അയച്ച ഫോട്ടോ ഉം. അതേപടി ഓർഡറിലാണോ നമ്മൾ പിക്ചർ ആൽബം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഓരോരോ നമ്പർ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായിക്കോ മിസ്സിന്? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ ആ അയച്ച ഫോട്ടോ ഓരോന്നും ഓർഡറിലാണ്. നിങ്ങൾക്ക് ആ വോയിസ് ഓവർ ഓർഡറിലാണ്. ആ ഓർഡർ തെറ്റിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ടേബിൾ ഓഫ് കണ്ടന്റ് എന്നൊരു ഭാഗം. ആ ടേബിൾ ഓഫ് കണ്ടന്റ്, അതുപോലെ തന്നെ നമ്മുടെ 5 ഏരിയ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ്, മാത്സ്, കൾച്ചർ, ഈ ഏരിയയുടെ ഓർഡർ തെറ്റി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ടേബിൾ ഓഫ് കണ്ടന്റിൽ കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റിയും കൃത്യമാണ്, അതായത് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കുക തന്നെ വേണം. ഇപ്പം മാത്സിൽ ഇപ്പം ഞാൻ ഇപ്പം ഈ ക്ലാസ് ഞാൻ മാത്സ് ആണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. മാത്സിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്പേഴ്സ് ആണ്. അല്ലാതെ ഫസ്റ്റ് നമുക്ക് ഡെസിമൽ സിസ്റ്റം കൊടുക്കാൻ പറ്റും, അതായത് പ്ലേസ് വാല്യൂ കൊടുക്കാൻ പറ്റുമോ? 1, 10, 100, 1000 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇല്ല. ഓർഡർ ഉണ്ട്, കൃത്യമായിട്ട് ഓർഡർ. നമ്മൾ ഫസ്റ്റ് ഈ മോണ്ടസറിയുടെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർഡർ. ടെൻഡൻസീസ് പറഞ്ഞപ്പോഴും ഞാനിപ്പോ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് ടെൻഡൻസീസ് പറഞ്ഞപ്പം വർക്കും ഓർഡറും നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടന്റ്, ഐ മീൻ നിങ്ങൾ ടീച്ചിങ് അസസ്മെന്റ് പേജോ നിങ്ങൾക്ക് മാറിപ്പോയേക്കാം, പക്ഷെ ടേബിൾ ഓഫ് കണ്ടന്റ് 1 by 1 ആയിട്ട് പക്ക കൃത്യമായിട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക. ചിലത്തില് ടീച്ചിങ് അസസ്മെന്റ് അല്ലെങ്കിൽ പേജോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷഫിൾ ആവാം, പക്ഷെ ടേബിൾ ഓഫ് കണ്ടന്റിലുള്ള കണ്ടന്റ് മാറുന്നില്ല. ഇപ്പോൾ ഡെവലപ്മെന്റ്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, അതുപോലെ കെയർ ഓഫ് എൻവയോൺമെന്റ്, കെയർ ഓഫ് സെൽഫ്, സോഷ്യൽ ഗ്രേസ് ആൻഡ് കേട്ടസി. ഫസ്റ്റ് നമ്മൾ സോഷ്യൽ ഗ്രേസ് ആൻഡ് കേട്ടസി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? പറ്റില്ല. കാരണം അവരുടെ ഫിംഗർ മസിലും ഐ ഹാൻഡ് കോർഡിനേഷനും കോൺസെൻട്രേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കെയർ ഓഫ് എൻവയോൺമെന്റും കെയർ ഓഫ് സെൽഫും കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സീക്വൻസ് പ്രസന്റേഷൻ ആണ്, ഓരോന്നും കൃത്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡിൽ പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു മോണ്ടസറി മെത്തേഡിൽ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കഴിയില്ല. അവരുടെ സെൻസ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് ലാംഗ്വേജ് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല മോണ്ടസറി മെത്തേഡിൽ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഏരിയയും. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയ. ഒരു ഡൗട്ട്, പറഞ്ഞോളൂ. ടച്ച് ടാബ്ലറ്റ് ചെയ്യുന്നില്ലേ? അതില് അതിന്റെ പെയറിങ് നമ്മൾ നടത്തുന്നത് അത് സ്മൂത്ത് അങ്ങനെയാണോ? ഇപ്പം ഞാനിപ്പോ സ്കൂളിൽ അത് ചെയ്തപ്പം അത് എടുത്ത് ഞാൻ പഠിച്ചപ്പം അതിനകത്ത് സ്മൂത്ത് തന്നെ കുറെ ഉണ്ട്. അപ്പൊ അതിന്റെ പെയറിങ് അപ്പൊ നമ്മൾ എങ്ങനെയായിട്ടാ ചെയ്യുന്നത്? പെയറിങ് ഇപ്പം ഡൗട്ട് സെയിം ഐ മീൻ നമ്മള് സ്മൂത്ത് ആയിട്ടുള്ള ഡിഫറെന്റ് സർഫേസ് ഉണ്ട്, പക്ക റഫ് അല്ലാത്ത. ആ സ്മൂത്ത് സർഫേസ് തന്നെ നോർമൽ ആയിട്ട് ഇപ്പൊ ഈ ഒരു ക്ലോത്ത് നമുക്ക് സ്മൂത്ത് ആണ്, പക്ഷെ ഇതിനേക്കാളും സ്മൂത്ത് ആണ് വേറെ ക്ലോത്ത്, അതിനേക്കാളും സ്മൂത്ത് ആണ് വേറെ. അപ്പൊ ആ ഒരു സർഫേസിൽ തന്നെ നമുക്ക് ടച്ച് ടാബ്ലറ്റ്സും വരുന്നുണ്ട്. സ്മൂത്തിന്റെ തന്നെ സ്മൂത്തസ്റ്റ് ഇങ്ങനെയുള്ള സ്മൂത്തിന്റെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ റഫിന്റെയും വരുന്നുണ്ട്. റഫ് ഫസ്റ്റ് നമ്മൾ നോർമൽ റഫ്, ജസ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡിന്റെ ഒക്കെ റഫ് ആയിരിക്കും ആദ്യം വരുന്നത്. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ നമുക്ക് ഈ സാൻഡ് പേപ്പർ നിങ്ങൾ കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഗ്രേഡ് ഉണ്ട്. 80, 120, 140, 160, 180, 320, 480 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 480 പോകുമ്പം നല്ല സ്മൂത്ത് ആണ് പേപ്പർ. റഫാണ്, പക്ഷെ റഫ് നമുക്ക് തൊട്ട് നോക്കിയാൽ പോലും നമ്മുടെ കൈക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല.
റഫ് സാൻഡ് പേപ്പർ തന്നെയാണ്. പക്ഷെ 80 അതുപോലെ 60 ഒക്കെ വരുമ്പം നല്ല റഫാണ്. ഐ മീൻ നമ്മുടെ കൈ വെച്ചാൽ പോലും ഒരു ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ വരുന്ന രീതിയിലുള്ള റഫ്. ഈ ഇരുമ്പൊക്കെ ഒരതാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ, കത്തിയൊക്കെ ഇതാക്കിയിട്ട്, അത് ഭയങ്കര റഫാണ്. അപ്പൊ ആ റഫിന്റെ തന്നെ, അതായത് 480, 390, 360 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് റഫിലോട്ട്, അല്ല റഫ് തന്നെ ഡിഫറെന്റ് ആയിട്ട് ഗ്രേഡ് വരുമ്പോൾ റഫ്, റഫർ, റഫസ്റ്റ് ടീച്ചിങ് അസസ്മെന്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടീച്ചിങ് അസസ്മെന്റിൽ റീഡ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. ഗ്രേഡിങ് 5 ഗ്രേഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ പെയറിങ്, ഒരു പേപ്പർ തന്നെ നമ്മൾ ഏകദേശം ഒരു 5 സെന്റിമീറ്റർ വീതിയിലും 10 സെന്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഒന്ന് കൃത്യമായിട്ട്, അതായത് ഒരു ഷീറ്റിലെ 2 പീസ്, അത് ഒന്ന് നമ്മൾ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ പെയർ ആ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പാസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ പെയർ എടുക്കാനാണ് പറയുന്നത്. ഐ മീൻ അത് ടച്ച് ചെയ്തിട്ട് അതിന്റെ തന്നെ സെയിം പീസ് കുഞ്ഞ് കണ്ടെത്തുക. ഇതേ രീതിയിൽ തന്നെ സ്മൂത്തും വരുന്നുണ്ട്. അപ്പൊ പെയറിങ് കൊടുക്കുന്നത്, യെസ്, അതിനെ പെയർ ചെയ്ത് വെക്കുക. അപ്പൊ അത് നമുക്ക് സ്കൂളിലൊക്കെ ഈ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാം. ഈ സാൻഡ് പേപ്പറിന്റെ ഡിഫറെന്റ് ഗ്രേഡ് വാങ്ങിയിട്ട് റഫിന്റെ മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസുകളാണെങ്കിൽ കാർഡ്ബോർഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രേഡ്സ് ഉണ്ട്. കാർഡ്ബോർഡ് പേപ്പർ തന്നെ ഡിഫറെന്റ് ഗ്രേഡ്, അത് കൊടുത്താൽ സ്മൂത്തിന്റെ ഡിഫറെന്റ് സർഫേസും കിട്ടും. ചാർട്ട്, ഫോം ഷീറ്റ് ഒക്കെ നല്ല സ്മൂത്താ വരുന്നത്. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് അവരുടെ കൃത്യമായിട്ട് ആ സെൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ വരുന്നത്. ടച്ച് ചെയ്തിട്ട് പിടിക്കാൻ പാകത്തിന്, കുഞ്ഞുങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് മുറുക്കി പിടിക്കാൻ കഴിയില്ല, അവർക്ക് ആ ഒരു ടൈറ്റ് കിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ ശീലിപ്പിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അവർക്ക് പെൻസിൽ ഗ്രിപ്പ് ടൈറ്റ് കൈക്ക് ഇങ്ങനെ നല്ല ടൈറ്റ് കിട്ടാത്തൊരു കുഞ്ഞിന് പെൻസിൽ ഗ്രിപ്പ് കിട്ടാനും പ്രയാസമാണ്. പെൻസിൽ ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ, ഇപ്പം ലേണിംഗ് ഡിസേബിലിറ്റി ഒരുപാടുള്ള കുട്ടികളുണ്ട്. ഇപ്പം ഒരു 10 കുട്ടികളെ എടുത്താൽ അതിൽ ഒരു കുട്ടിക്ക് ലേണിംഗ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൽ ഇത് ഓവർകം ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ, പക്ക മോണ്ടിസോറി സ്കൂൾ അല്ലാതെ സ്പെഷ്യൽ സ്കൂളും നമുക്ക് ഈ മോണ്ടിസോറി അറിവ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് സക്സസ് ആയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും. ഇപ്പൊ LD കോഴ്സ് എടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ലേണിംഗ് ഡിസേബിലിറ്റി കോഴ്സ് അവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ പറയുന്ന മിക്ക കാര്യങ്ങളും മിക്ക ആക്ടിവിറ്റീസും അവർക്ക് ഈ ലേണിംഗ് ഡിസേബിലിറ്റി കോഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആദ്യം വേണ്ടത് സെൻസ് ഡെവലപ്പ് ചെയ്യാണ്. സെൻസ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പഠനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ പറഞ്ഞോളൂ. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടി, നമ്മൾ എത്ര വിളിച്ചാലും അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോബ്ലം എന്തായിരിക്കും? ആദ്യം ആ കുട്ടിയുടെ ഓഡിയോ നമ്മൾ ചെക്ക് ചെയ്യണം. ആ കുട്ടിക്ക് എത്രത്തോളം ഓഡിറ്ററി സെൻസ്. നോക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മുഖത്തേക്ക് അവർ നോക്കില്ല, പക്ഷെ സംടൈംസ് റിയാക്ട് ചെയ്യും. വിഷ്വലി ആണെങ്കിലോ, ഐ മീൻ വിഷ്വലി ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് കാണാനും നോക്കാനും ഒക്കെ ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പം ലൈസിംഗ് ഒക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതൊക്കെ കൊടുത്തു കഴിയുമ്പോ ഈ നീഡിൽ വെച്ചിട്ടുള്ള അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുളയിലൂടെ ഇങ്ങനെ ഹോളിലൂടെ ഇങ്ങനെ കയറ്റണം എന്ന് പറഞ്ഞാൽ അത് കയറ്റും. ആ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വലിച്ച് ഇപ്പുറത്തൂടെ കയറ്റാൻ അത് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് മോളെ ഇങ്ങനെ 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 എന്ന് പറയുമ്പോ അപ്പൊ അതാ ചിലപ്പോ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഹോളിലൂടെ പിന്നെയും കയറ്റും. പക്ഷെ പിന്നെ അപ്പുറത്തുനിന്ന് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് ഇങ്ങനെ, പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒന്നും നോക്കില്ല, നമ്മൾ പേര് വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ എവിടെയെങ്കിലും നിൽക്കുമ്പോ മോളെ ഇങ്ങ് വാന്ന് വിളിച്ചാൽ അപ്പം വരും, കുറെ തവണ വിളിച്ച് കഴിയുമ്പോൾ വരും. പക്ഷെ നമ്മുടെ ഫേസ് ടു ഫേസിലിരിക്കുമ്പോ റിയാക്ട് ചെയ്യില്ല. അത് കുഞ്ഞ് സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കും. സ്ക്രീൻ ടൈം ഉള്ള കുഞ്ഞുങ്ങൾ,
സ്ക്രീൻ ടൈം ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഐ കോണ്ടാക്ട് കിട്ടാൻ പ്രയാസാ. കാരണം അവർ സ്ക്രീനിലോട്ടാണ് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് നമ്മൾ ഏത് രീതിയിൽ പോയി റിയാക്ട് ചെയ്താലും അവർ നമ്മൾ നോക്കുന്നില്ല. കാരണം അവരുടെ കയ്യിലുള്ള ഗാഡ്ജറ്റിൽ ആ മാത്രമായിരിക്കും അവർ ആ ഫോക്കസ് അതിൽ ചെയ്യുന്നത്. തന്നെയാ ഫോക്കസ് ആ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ യെസ്. മുഖത്തേക്ക് നോക്കില്ല. നമ്മൾ തട്ടി വിളിച്ചാലും നോക്കില്ല. അതെ, അതാണ് സംഭവം. സ്ക്രീനിങ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, സ്ക്രീൻ ടൈമിന്റെ ആണ് കൂടുതലായിട്ടും ഇത്തരം കേസ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കാര്യത്തിൽ അവർക്കാണ് ചെയ്യാൻ പറ്റുക. ഐ മീൻ ഇപ്പോഴും നമുക്ക് പല കേസുകളും ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വരുന്ന കുട്ടികളിൽ നമ്മൾ ഏകദേശം പല രീതിയിലുള്ള തെറാപ്പി കൊടുത്തിട്ടാണ് അവരുടെ ഐ കോണ്ടാക്ട് ഒന്ന് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് അസുഖങ്ങൾ വരികയാണല്ലോ, പനി, ജലദോഷം ഒക്കെ. അപ്പൊ ഡോക്ടർ പറയും കുഞ്ഞ് റെസ്റ്റ് എടുക്കണം. കുഞ്ഞ് റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പം കുഞ്ഞ് റെസ്റ്റ് എടുക്കണ അമ്മമാർ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. 3 ദിവസം 4 ദിവസം ഈ കുഞ്ഞ് ആബ്സെന്റ് ആയി. ഇന്നലെയാണ് കുഞ്ഞ് വന്നത്. അപ്പോ ഓക്കെ ആയിരുന്നു. ഐ മീൻ നമ്മൾ പറയുന്നതും നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസും ഒക്കെ കുഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ വന്ന സമയത്ത് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവന് അവന്റെ പഴയ രീതിയിലേക്ക്, ഐ മീൻ ആ ഒരു സ്ക്രീൻ ടൈം കൂടിയ സമയത്തുള്ള 2-3 ആക്ടിവിറ്റീസിലോട്ട് അവൻ മാറി. അപ്പൊ ഞാൻ ആ അമ്മയ്ക്ക് വോയിസ് ഇട്ടു, എന്തായിരുന്നു സംഭവം, ഇങ്ങനെ വയ്യാതായപ്പോ വീട്ടിൽ എങ്ങനെയാണ് അവൻ സമയം ചെലവഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ PSCക്ക് റീഡ് ചെയ്യാണ്. എന്റെ വായനയുടെ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടാക്കിയപ്പോ ഞാൻ ഫോൺ എടുത്തു കൊടുത്തിരുന്നു. എങ്ങനെയുണ്ട്? നമ്മൾ അത്രയും ചെയ്ത് ഒരു 5-6 മാസം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിച്ച് തിരിച്ചു കൊണ്ടുവന്നൊരു കുഞ്ഞിന് 2 ദിവസം മതി, 2 വേണ്ട, ഒരൊറ്റ ദിവസം മതി സ്ക്രീൻ കിട്ടിയാൽ അവൻ ആ പഴയ രീതിയിലേക്ക് മാറും. ഇത് ഈ കുഞ്ഞുങ്ങൾ ആബ്സെന്റ് മൈൻഡ് അല്ല അവർക്ക്. അവരറിയുന്നുണ്ട്, അവരെല്ലാം കേൾക്കുന്നുണ്ട്, അവരറിയുന്നുണ്ട്. പക്ഷെ അവരുടെ ഐ കോണ്ടാക്ട് നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമുള്ളത് സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഐ മീൻ നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ കൂടുതലായിട്ട് ഈ കുഞ്ഞിനെ വിളിക്കുന്ന സമയത്ത് നോക്കുന്നതില്ലാന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് താടി പിടിച്ചുയർത്തിയിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുക. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. നമുക്ക് ഇച്ചിരി പ്രയാസപ്പെട്ടാലും പതിയെ അപ്പം നിർബന്ധമായിട്ടും മിസ് എന്നോട് സംസാരിക്കുമ്പോൾ മിസ് എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്ന് കുഞ്ഞ് അറിയുമ്പോൾ പിന്നെ ആ ഇങ്ങനെ നമുക്ക് ഉയർത്തേണ്ടി വരില്ല. ക്രമേണ പിന്നെ അവള് കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങും. അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇത്തരം കേസിനൊക്കെ. ഇത് ഏറ്റവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് അമ്മമാരിലൂടെ തന്നെയാണ്. അമ്മയാണ്, ഞാനെപ്പോഴും വരാറതാണ്. വീട്ടില് ഇപ്പൊ അമ്മ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കുകയാണെങ്കിൽ ആ ജോലിക്കാരിക്ക് എന്താണ്, അവർക്ക് ഫ്രീ ടൈം വേണം. അവരെന്ത് ചെയ്യും? ടിവിയോ ഫോണോ ടാബോ ഇട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ ആ രീതിയിലേക്ക് അവർ മെരുക്കിയെടുക്കും. കുഞ്ഞിന്റെ സംസാരം കുറയുക, അതുപോലെ തന്നെ ഇതുപോലെ ഐ കോണ്ടാക്ട് കുറയുക. ഇത് രണ്ടിന്റെയും മെയിൻ റീസൺ സ്ക്രീൻ ടൈം ആണ്. അത് നമ്മൾ അങ്ങനത്തെ ഒരു കുഞ്ഞ് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്സ് ഏരിയയിലോട്ടൊന്ന് നമുക്ക് പോയാലോ? ഇത് നിങ്ങൾ മോണ്ടസറി ആൽബം ഡിലേ ആക്കരുത് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം പിക്കൊക്കെ ഇതിനെ. എടുത്തിട്ടുണ്ട്, പക്ഷെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തില്ല. പിക്കൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് വരുന്നുണ്ട്. പിക്കിന് ചെറുതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതിന് ടീച്ചിങ് അസസ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ടീച്ചിങ് അസസ്മെന്റിന്റെ ഹെഡിങ് എഴുതുക. ഹെഡിങ് എഴുതിയിട്ട് താഴെ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കാരണം ടീച്ചിങ് അസസ്മെന്റ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. കാരണം ടീച്ചിങ് അസസ്മെന്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ എന്റെ വോയിസ് വീണ്ടും വീണ്ടും കേൾക്കുക. കാരണം ഞാൻ ഫയലിന്റെ ഫോട്ടോസും വോയിസ് ഓവറും സൂമിലിടാത്ത മെയിൻ റീസൺ തന്നെ നിങ്ങൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വാട്സാപ്പിലാവുമ്പോൾ അത് അവിടെ കിടക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് സൂമിൽ എടുത്തു തരുന്നുണ്ട്. ഇതിന്റെ തന്നെ
ഫോട്ടോസാണ് പിന്നെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നത്. മാത്സ് നിങ്ങൾക്ക് നന്നായിട്ട് കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയെന്നും സെൻസോറിയൽ ഏരിയയെന്നും ലാംഗ്വേജ് ഏരിയയെന്നും ആക്ടിവിറ്റീസ് കണക്റ്റഡ് ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി ഇൻട്രൊഡക്ടറി എക്സസൈസ് ആയിട്ട് ലാംഗ്വേജിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിൽ സ്റ്റാർട്ട് ചെയ്ത് ക്യാരിങ് കഴിഞ്ഞിട്ടുള്ള സ്പൂണിങ്, ഡ്രൈ പോറിങ്, വെറ്റ് പോറിങ്, ഇത് മൂന്നും എടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്തമാറ്റിക്കൽ മൈൻഡ്. അവിടെ നമുക്ക് ടീച്ചിങ് അസസ്മെന്റിൽ തന്നെ ഇൻഡയറക്റ്റ് എയിം ആയിട്ട് കൊടുക്കുന്നുണ്ട് മാത്തമാറ്റിക്കൽ മൈൻഡ്. എന്താണ് നമ്മുടെ സ്പൂണിങ്ങിൽ മാത്തമാറ്റിക്കൽ മൈൻഡ് വരുന്നത്? സ്പൂണിങ് ഇല്ലേ, ഈക്വൽ ബീൻസ്, പറഞ്ഞോളൂ. എക്സസ് വരുന്നുണ്ട്. കമ്പാരിസൺ. പറഞ്ഞോളൂ, എക്സസ് തെറ്റിക്കോട്ടെ. വരുന്നതാണ്. ഏത്? സ്പൂണിങ് കമ്പാരിസൺ. ചെയ്യുമ്പോൾ എക്സസ് വരുന്നതാണ്. ഈക്വൽ ആൻഡ് അൺഈക്വൽ, അതാണ് ബൗൾ ടു കമ്പാരിസൺ ബൗൾ, ആണ്. അതിന്റെ വോളിയം, ആ ഒരു ബൗളിലേക്ക് കൊള്ളുന്ന വോളിയം, എത്ര ബീൻസ് അതിലേക്ക് കൊള്ളും, അതിന്റെ വോളിയം, അതിന്റെ കപ്പാസിറ്റി, ഈക്വൽ ആൻഡ് അൺഈക്വൽ, ഇതൊക്കെ നമുക്ക് മാത്സ് റിലേറ്റഡ് അല്ലേ? Yes. ഒരു ഈക്വൽ ആയിട്ടുള്ള സംഭവമാണ് വരുന്നതെങ്കിൽ ബാലൻസ് എവിടെ ഉണ്ടാവില്ല? നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. 3 - 3 ഈക്വൽ 0 അല്ലേ? അവിടെ നത്തിങ്, ഒന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ ഈക്വൽ ആൻഡ് അൺഈക്വൽ, അൺഈക്വൽ ആണെങ്കിലോ 4 - 3 ആണെങ്കിൽ അവിടെ 1 ബാലൻസ് ഉണ്ട്. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് അൺഈക്വൽ ആയിട്ട് ബീൻസ് ഡ്രൈ പോർ ചെയ്തപ്പോഴും അതുപോലെ വാട്ടർ വെറ്റ് പോറിങ്, സ്പൂണിങ്, ഇതിലൊക്കെ നമ്മൾ അൺഈക്വൽ എന്ന് പറയുമ്പം മസ്റ്റ് ആണ് എന്ത്? എക്സസ്. വെള്ളമാണെങ്കിലും ബീൻസ് ആണെങ്കിലും അവിടെ എക്സസ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് അൺഈക്വൽ ആയിരിക്കുമ്പോൾ എക്സസ് ഉണ്ടായിരിക്കും, ഈക്വൽ ആവുമ്പോൾ എക്സസ് ഉണ്ടായിരിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിൽ ഈ 3 ആക്ടിവിറ്റി മാത്സ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സെൻസോറിയൽ ഏരിയയിൽ മാത്സ് റിലേറ്റഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും. എങ്ങനെയാണ്? നോബിൾ സിലിണ്ടർ ഹൈറ്റ് സിലിണ്ടേഴ്സിന്റെ ഇൻക്രീസ് ഒക്കെ. പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, തെറ്റിയിട്ട് തന്നെ ശരിയാവുക. അതിന്റെ മെഷർമെന്റ് വരുന്നുണ്ട്. മെഷർമെന്റ് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ 10 കൺസെപ്റ്റ്. ആ, എല്ലാം ടെൻസ് അല്ലേ? 10 Tens. Okay. നോബിളില് ഓരോ നോബിൾ സിലിണ്ടേഴ്സിലും 10 ആണ്. റെഡ് റോഡ്സ് 10 ആണ്, പിങ്ക് ടവർ 10 ആണ്, ബ്രൗൺ സ്റ്റെയർ 10 ആണ്, നോബിളസ് സിലിണ്ടേഴ്സ് 10 ആണ് അല്ലെ? പിന്നെ അതിന്റെ വ്യാപ്തി, ഡയമെൻഷൻ, അതിന്റെ ക്യൂബ്, വിഷ്വൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് മാത്സ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ജോമെട്രിക്കൽ ക്യാബിനറ്റ് മുതൽ, പ്രസന്റേഷൻ ട്രേ മുതൽ നമ്മളെ ട്രിനോമിയൽ ക്യൂബ് വരെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് വന്നത്. സർക്കിള്, സ്ക്വയർ, ട്രയാങ്കിള്, ഡിഫറെന്റ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് നമ്മൾ ഹെക്സഗൺ മേക്ക് ചെയ്യുന്നു, സ്ക്വയർ മേക്ക് ചെയ്യുന്നു, റെക്ടാങ്കിൾ മേക്ക് ചെയ്യുന്നു, ട്രിപ്പിസിയം മേക്ക് ചെയ്യുന്നു, ഇങ്ങനെ അതുപോലെ പാരലലോഗ്രാം മേക്ക് ചെയ്യുന്നു. പിന്നെ ടെസല്ലേഷൻ, ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഷേപ്സുകൾ തന്നെയാണ് ടെസല്ലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന. ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ദെൻ പെന്റഗൺസ്, പെന്റഗൺസിലെ പോളിഗൺസ്, എല്ലാ പോളിഗൺസും, ദെൻ ഈ സർക്കിള്, ഇതൊക്കെ നമ്മൾ ടെസല്ലേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബൈനോമിയൽ ക്യൂബും ട്രിനോമിയൽ ക്യൂബും ആൾജിബ്ര ഫോം ആണ്. ആൾജിബ്ര ഫോം കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഫയലിന്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ലേ, ആ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കാരണം ഈ ഫയലിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ ആൾജിബ്ര ഫോമും കൂടെ നിങ്ങളോട് പറഞ്ഞാൽ കൂടെ തല തിരിയും. അപ്പൊ അത് വേണ്ട. പിന്നെ നമുക്ക് മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ 6 ഗ്രൂപ്പാണ്. ഇപ്പം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ 4
ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, കെയർ ഓഫ് എൻവയോൺമെന്റ്, കെയർ ഓഫ് സെൽഫ്, സോഷ്യൽ ഗ്രേസ് ആൻഡ് ഗട്ട്സ്, ഇങ്ങനെ 4 ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. സെൻസോറിയൽ ഏരിയയിൽ 5 സെൻസ്, പിന്നെ അതിനുശേഷം മൾട്ടിപ്പിൾ സെൻസ് ആക്ടിവിറ്റീസ്. ദെൻ ലാംഗ്വേജിലേക്കാണെന്നുണ്ടെങ്കിലോ 3 സ്കീംസ്, ദെൻ 2 സെക്ഷണൽ ഗ്രാമേഴ്സ്, 5 വിഭാഗം. മാത്സിൽ നമുക്ക് 6 ഗ്രൂപ്പാണ് വരുന്നത്. ദ മാത്തമാറ്റിക്സ് ഇൻ മോണ്ടസറി ഓർഗനൈസ്ഡ് ഇൻ ടു 6 ഗ്രൂപ്പ്സ്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. കാരണം കുറച്ചങ്ങോട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിം ടെക്സ്റ്റ് അല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ്സിന്റെ മാത്രം പറയുന്നത്. കണ്ടോ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ്, ഗ്രൂപ്പ് നമ്മൾ അതില്ലേ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇല്ലേ മാത്തമാറ്റിക്സ്. മാത്സിന്റെ ആ ആ മാത്തമാറ്റിക്കൽ ഏരിയയില് ആ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു പേജിലോട്ട് താഴെ എങ്ങനെ പോകുന്ന നോക്കൂ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. പീരീഡ് 1 അതല്ലല്ലോ, പീരീഡ്സ് അല്ലല്ലോ. പീരിയഡ് അല്ല 1, ഗ്രൂപ്പ് അതിന് താഴേക്കൊന്ന് റീഡ് ചെയ്തേ. പീരീഡ് 1 ആണെങ്കിൽ The first the group deal with teacher the number. placed the one rod in front of the child. അത് അല്ലടാ, നമ്പർ റോഡ്സിന്റെ അതങ്ങനെ ഇൻട്രൊഡക്ഷൻ ഇതാക്കിയിരിക്കുന്നു. ടു ന്യൂമറൽസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കൂ. ഇൻട്രൊഡക്ഷൻ ടു ദ ഡെസിമൽ സിസ്റ്റം, ഇൻട്രൊഡക്ഷൻ ഇതിനകത്താണോ? ടു ഇൻട്രൊഡക്ഷൻ ഓഫ് മാത്തമാറ്റിക്സ്, കണ്ടന്റിനകത്താണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, അതിൽ കാണുന്നില്ലല്ലോ. ന്യൂമറൽസ് 1. ഇത് മാം വരുന്നത് 102 പേജ്. Introduction of numbers ഉണ്ട്. Introduction of numerals. അതിന്റെ ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ്, അതിന് ശേഷം ഇൻട്രൊഡക്ഷൻ ടു ഡെസിമൽ സിസ്റ്റം എന്നൊക്കെ വരുന്നില്ല. അത് ഏതാ പേജ് നമ്പർ? Period 1, period 2, period 3 അങ്ങനെ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഓക്കെ, ഡെസിമൽ ഞാൻ സിസ്റ്റം പറഞ്ഞുതരാം. ഉണ്ട്. എന്നാല് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ ടു നിങ്ങള് ടേബിൾ ഓഫ് കണ്ടന്റ് എടുക്കൂ. മാത്തമാറ്റിക്സിന്റെ ടേബിൾ ഓഫ് കണ്ടന്റ് എടുത്തു. എടുത്തോ? Yes. മാത്തമാറ്റിക്സിന്റെ ടേബിൾ ഓഫ് കണ്ടന്റ് എടുത്തില്ലേ? സാരില്ല. ഏതാണ് sir? കണ്ടന്റ് എന്ന് എഴുതിയ ഭാഗം. യെസ് എടുത്തു. അതില് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്പർ റോഡ്സ് വരുന്നില്ലേ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഇൻട്രൊഡക്ഷൻ ടു നമ്പർ 1 to 10. അതില് yes. നമ്പർ അതില് 1 to 10. ABC എന്ന് വന്നിട്ടുണ്ട്. വെയിറ്റ് അത് അവിടെ നിൽക്കൂ. നമ്പർ റോഡ്സ്, സാൻഡ് പേപ്പർ ന്യൂമറൽസ്, നമ്പർ റോഡ് ആൻഡ് കാർഡ്സ്, സ്പിൻഡിൽ ബോക്സ്, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, നമ്പർ ഗെയിംസ്. ഇത്രയും ഭാഗം ഗ്രൂപ്പ് 1. യെസ്, ഗ്രൂപ്പ് 1 അതായത് ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ്, ന്യൂമറൽസ്, എണ്ണൽ സംഖ്യകളാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ്, നമ്പർ റോഡ്സ്, സാൻഡ് പേപ്പർ ന്യൂമറൽസ്, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്, സ്പിൻഡിൽ ബോക്സ്, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, നമ്പർ ഗെയിംസ്. ഈ 2, 4, 6 ആക്ടിവിറ്റി. ഈ 6 ആക്ടിവിറ്റിയും ഗ്രൂപ്പ് 1, ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ്. ഇനി ഗ്രൂപ്പ് 2 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ സിസ്റ്റം പ്ലേസ് വാല്യൂ ആണ്. വൺസ്, ടെൻസ്, 100, 1000. അതിൽ കോൺക്രീറ്റ് ആയിട്ടുള്ളതും അബ്സ്ട്രാക്ട് ആയിട്ടുള്ളതും മാത്രമാണ് കൊടുക്കുന്നത് ഗ്രൂപ്പ് 2. കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞാൽ 1 ബീഡ്, പിന്നെ ആ ഒരു 1 ബീഡിനെ നമ്മൾ 10 ബീഡിന്റെ ഒരു ബാർ ആക്കുന്നുണ്ട്. ആ 10 ബീഡ് ബാർ 10 എടുത്തിട്ട് 100 ബീഡ് ബാർ ആക്കുകയാണ്. ദെൻ 100 ബീഡ് ബാർ 10 എടുത്തിട്ട് 1000. ഇങ്ങനെ അത് കോൺക്രീറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അബ്സ്ട്രാക്റ്റിലേക്ക് വരും. 1 ഗ്രീൻ കളർ ആയിരിക്കും, 10 ബ്ലൂ കളറ്, 100 റെഡ് കളറ്, 1000 ഗ്രീൻ കളർ. ഇത് മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതായത് അതെങ്ങനെ വരുന്നു എന്നുള്ളൊരു കൗണ്ടിങ് ത്രൂ കൂടെ കാണിക്കും. ഗ്രൂപ്പ് 2 ആണ് കേട്ടോ അത്. ഇനി ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 നമ്മൾ ലീനിയർ കൗണ്ടിങ്,
അപ്പൊ നമ്മൾ 10 വരെ ഗ്രൂപ്പ് 1 പഠിപ്പിച്ചു. ഇനി 11 to 99 സീക്വൻസ് ആയിട്ട് ഗ്രൂപ്പ് 2 പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 99 കഴിഞ്ഞിട്ട് 100 മുതൽ 1000 വരെ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ സീക്വൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട് ഗ്രൂപ്പ് 3. ഇനി ഗ്രൂപ്പ് 4 വരുന്നത്, ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് 2 ഡെസിമൽ സിസ്റ്റം ആണ് കൊടുത്തത്. ഈ ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ്, ഡെസിമൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഇതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നത് തൗസൻഡ്സ് വെച്ചിട്ടാണ്. ഐ മീൻ 1 + 1 = 2 എന്നുള്ള രീതിയിലല്ലാതെ 1000 ആണ്, നമ്മൾ തൗസൻഡുകളാണ്. ഐ മീൻ 1000ഉം അല്ലെങ്കിൽ 2000, 3000 ഒക്കെ ആഡ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കാറ്. പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഗ്രൂപ്പ് 4 കേട്ടോ. ഇനി ഗ്രൂപ്പ് 5 വരുന്നത്, ഇപ്പൊ നമ്മള് നേരത്തെ നമ്മൾ 1000 വെച്ചിട്ടാണ് അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇനി നമ്മൾ 1 to 10 അതുപോലെ അബവ് 10 ഒക്കെ ആയിട്ട് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഗ്രൂപ്പ് 5 കൊടുക്കും. ഈ ഗ്രൂപ്പ് 4 വരെ നമുക്ക് റൈറ്റിംഗ് ഇല്ല, അതായത് എഴുത്ത് കൊടുക്കില്ല. എഴുത്ത് നമ്മൾ നോർമലി കൊടുക്കുക 1 to 10 വരെ എഴുതാനും അതുപോലെ തന്നെ അതിന്റെ നമ്പർ നെയിം അത് നോർമലി നമ്മൾ CBSE മെത്തേഡിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാന്ന് മാത്രം. കാരണം ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുള്ള കംപ്ലൈന്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത്. അല്ലാതെ ഈ ഗ്രൂപ്പ് 4 വരെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല, ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഗ്രൂപ്പ് 5 നമ്മൾ എഴുത്ത് വരുന്നത്. ദെൻ ഗ്രൂപ്പ് 6, ഇപ്പം ഗ്രൂപ്പ് 5 വരെ എല്ലാം, ഗ്രൂപ്പ് 4 വരെ കംപ്ലീറ്റ് കോൺക്രീറ്റ്, ഗ്രൂപ്പ് 5 കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റും. അബ്സ്ട്രാക്ട് പറഞ്ഞാൽ എഴുത്തും കൂടെ വരുന്നുണ്ട്. ഗ്രൂപ്പ് 6 എല്ലാം എഴുത്തിലോട്ടാണ്. അബ്സ്ട്രാക്ട് മെറ്റീരിയൽസ് ആണ് എല്ലാം വരുന്നത്. സ്റ്റാമ്പ് ഗെയിം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സും നമ്മൾ കൊടുക്കാറുള്ളത്. നമുക്കിനി ഇതിന്റെ പിക്ചേഴ്സിലോട്ടൊന്ന് പോയാലോ? ഫസ്റ്റത്തെ ടേബിൾ ഓഫ് കണ്ടന്റിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? നമ്പർ റോഡ്സ്. നമ്പർ റോഡ്സ് ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? റെഡ്, റെഡ് ആൻഡ് ബ്ലൂ, റെഡ്, ബ്ലൂ, റെഡ്. കാണുന്നില്ലേ? ഇല്ലല്ലോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. കണ്ണ ഒന്നുകൂടെ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ മാം. എല്ലാവർക്കും കാണുന്നുണ്ടോ? കിട്ടിയാ? ഫസ്റ്റ് നമ്മള് 1 to 10 വരെ, എപ്പോഴും 1 റെഡ് ആണ്. എല്ലാ റോഡിലും 1 റെഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ താഴ്ഭാഗം മൊത്തം റെഡ് ആണ്. സെക്കൻഡ് ബ്ലൂ, തേർഡ് റെഡ്, 4 ബ്ലൂ, 5 റെഡ്, 6 ബ്ലൂ, 7 റെഡ്, 8 ബ്ലൂ, 9 റെഡ്, ദെൻ 10 ബ്ലൂ. 10 അവിടെ അറ്റത്തോട്ട് പോയി. ഇങ്ങനെയാണ്
നമ്പർ റോഡ്സ് വരുന്നത് 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. ഓരോ റെഡ് ബ്ലൂ തമ്മിലുള്ള ഡിഫറൻസ്, ഐ മീൻ ഒന്നാമത്തെ റോഡ് 10 സെന്റിമീറ്റർ, രണ്ടാമത്തെ റോഡ് 20 സെന്റിമീറ്റർ, മൂന്നാമത്തെ റോഡ് 30 സെന്റിമീറ്റർ, നാലാമത്തെ റോഡ് 40 സെന്റിമീറ്റർ, അങ്ങനെ 100 സെന്റിമീറ്റർ വരെയാണ് 10 റോഡ്സും വരിക. ഓരോന്നും നമ്മൾ ഫിംഗർ വെച്ചിട്ട് 2 ഫിംഗർ വെച്ച് ട്രേസ് ചെയ്യുക. റെഡ് വരുമ്പോൾ 1, ബ്ലൂയിലേക്ക് എത്തുമ്പോൾ 2, 1, 2. ഇവിടെ 3 പീരീഡ് ലെസൺ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. പിന്നെ അതിന്റെ ഫസ്റ്റ് നമ്മൾ നെയിമിംഗ് പഠിപ്പിക്കുകയാണ്, രണ്ടാമത്തെ റെക്കഗ്നേഷൻ പഠിപ്പിക്കുകയാണ്, മൂന്നാമത്തത് റീകോൾ. ഇത് റെക്കഗ്നേഷൻ ആണ്. റീകോൾ ആകുമ്പോൾ വീണ്ടും ഫസ്റ്റത്തെ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്യിപ്പിക്കണം. 1, 2, 3 ഇങ്ങനെ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസം 3 നമ്പേഴ്സേ പഠിപ്പിക്കാൻ പാടുള്ളൂ. അടുത്ത 3 നമ്പേഴ്സ് പിറ്റേ ദിവസം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ റിവിഷൻ കൊടുക്കാം. ഇങ്ങനെ 10 വരെ പഠിപ്പിച്ചതിന് ശേഷം നമ്മളൊരു സ്റ്റെയർ മേക്ക് ചെയ്യുക. അപ്പൊ റെഡ് റോഡ്സിൽ നമ്മൾ സ്റ്റെയർ മേക്ക് ചെയ്തില്ലായിരുന്നോ? അതേ രീതിയിൽ സ്റ്റെയർ മേക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റെയറിന്റെ ഡിഫറൻസും കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ ഓരോന്നും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ നമ്മൾ പറയണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തന്നെ കൊടുക്കണം. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി 1 to 9 വരെ സാൻഡ് പേപ്പർ ന്യൂമറൽസ് ആണ്. ഇത് സാൻഡ് പേപ്പർ ആണ്, ഗ്രേ കളറാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കുക. സാൻഡ് പേപ്പർ നമ്മൾ 3 പീരീഡ് ലെസൺ വെച്ചിട്ട് ഒരു ദിവസം 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്. This is 1, this is 2, this is 3. Then അതിന്റെ recognition. Please trace and show me which is 2. Then നമ്മൾ അടുത്തൊരു നമ്പർ എടുത്തിട്ട് ബേബി പ്ലീസ് ട്രേസ് ആൻഡ് ടെൽ മീ വാട്ട് ഇസ് ദിസ് നമ്പർ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണം. അപ്പം നെയിമിംഗ്, റെക്കഗ്നിഷൻ, റീകോൾ ഇങ്ങനെയാണ് 3 പീരീഡ് ലെസൺ വരുന്നത്. അതിനുശേഷം വരുന്ന ഫസ്റ്റ് പ്രസന്റേഷൻ, ടേബിൾ ഓഫ് കണ്ടന്റ് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രസന്റേഷൻ 1, ഷോ ദ ചൈൽഡ് എ റോഡ്, ആസ്ക് ഫോർ കറസ്പോണ്ടിങ് കാർഡ്. കാർഡ് നമ്മൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 1 to 10 വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ സാൻഡ് പേപ്പർ കാർഡ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്പർ റോഡ്സ് എടുത്തപ്പം നമ്മൾ കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, റോഡ്സ് മാത്രമാണ് കൊടുത്തത്. സെക്കൻഡില് നമ്മൾ സാൻഡ് പേപ്പർ കൊടുത്തു. ദെൻ അതിന്റെ തേർഡ് ആക്ടിവിറ്റി, ഐ മീൻ നമ്പർ റോഡ്സിന്റെ ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആദ്യം ഒരു റോഡ് എടുക്കുക. ആ റോഡ് എടുത്തിട്ട് അതിന്റെ കാർഡ് പ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ 3 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ കാർഡ് 3 എന്നുള്ള കാർഡ് അതിന്റെ അടുത്ത് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഓരോ റോഡും ട്രേസ് ചെയ്തിട്ട് കാർഡ് ഇതേപോലെ അതിനടുത്ത് വെച്ചു കൊടുക്കുക 10 വരെ. അത് സീക്വൻസ് അല്ല കേട്ടോ, ഡിസ്മാൻഡിൽ ആയിട്ട് തന്നെ കൊടുക്കാം. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. നേരത്തെ നമ്മൾ ഏതെങ്കിലും ഒരു റോഡാണ് എടുത്തത്, ഇപ്പം ഒരു കാർഡ് എടുക്കുക. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റോഡ് വെക്കുക. ഇതിന് കൃത്യമായിട്ടുള്ള റോഡ് നമ്മൾ അതിന് അടുത്ത് തന്നെ വെക്കണം. ദെൻ കൗണ്ട് ചെയ്ത് വേണം കാണിക്കാൻ. എങ്ങനെ? ഇപ്പം 5 എന്ന നമ്പർ കാർഡ് വെച്ചിട്ട് റോഡ് എടുക്കുമ്പോ അത് കുട്ടികൾക്ക് നമുക്ക് ഇത് 1, 2, 3, 4, 5 എന്നങ്ങനെ കൗണ്ട് ചെയ്ത് തന്നെ പറഞ്ഞ് അങ്ങനെ ആക്കണോ, അതോ ജസ്റ്റ് നമ്മൾ ആ റോഡ് എടുത്ത് വെച്ചാൽ 5ന്റെ റോഡ് എടുത്ത് വെച്ചാൽ അല്ലല്ല, മതിയോ? ലാംഗ്വേജിലും അതുപോലെ മാത്സിലും ഓറലി നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഓറലായിട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കൊടുത്തോണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കത് പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. അത് നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കണം. ഒരു കാരണവശാലും നമ്മളത് പറയാതെ കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന റോഡ് എടുത്തു. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞിനോട് പറയിപ്പിക്കണം. ഇവിടെ നമ്മൾ സൈലന്റ് പ്രസന്റേഷൻ ഇല്ല കേട്ടോ. ലാംഗ്വേജിലും മാത്സിലും ഒരു കാരണവശാലും സൈലന്റ് പ്രസന്റേഷൻ വരുന്നില്ല. അപ്പൊ ഇവിടെ 5 എന്ന റോഡ് എടുത്തു. എന്നിട്ട് അതിന്റെ 5 എന്ന കാർഡ് എടുത്തു. ഫസ്റ്റ് നമ്മൾ കാർഡാണ് എടുത്തത്. ദെൻ അതിനുശേഷം അതിന്റെ
റോഡ് എടുത്തിട്ട് ട്രേസ് ചെയ്യിക്കുക. 1 2 3 4 5 ഇങ്ങനെ ട്രേസ് ചെയ്യിക്കുക. ദെൻ നമ്മള് സീക്വൻസ് പ്രസന്റേഷൻ ആണ് പിന്നീട് വരുന്നത്. ആദ്യം നമ്മള് 1 റോഡ് എടുക്കുക. ഇവിടെ നമുക്ക് 1 2 3 സീക്വൻസ് ആണ്. ഒന്നാമത്തെ റോഡ് എടുത്തു, ഒന്നാമത്തെ കാർഡ് വെച്ചു. ഇവിടെ നമ്മൾ 6 കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ കാർഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. കാർഡ് എടുത്തിട്ടില്ല, റോഡാണ് എടുത്തത്. എന്നിട്ട് ആ റോഡ് ട്രേസ് ചെയ്യാണ്. റോഡ് ട്രേസ് ചെയ്തിട്ട് നമ്മൾ 7ാമത്തെ കാർഡ് ഈ അറ്റത്ത് വെച്ചു കൊടുക്കണം. ഇങ്ങനെ 1 to 10 വരെ സീക്വൻസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ദെൻ 4ാമത്തെ പ്രസന്റേഷൻ കാർഡ്. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് കാർഡാണ്. ഇവിടെ 1 to 8 വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ് എല്ലാത്തിനും കാർഡാണ് ഫസ്റ്റ് എടുക്കുന്നത്. ടേക്ക് 1 കാർഡ്, ദെൻ പ്ലേസ് ഇറ്റ് 1 റോഡ്, ടേക്ക് 2 കാർഡ്, പ്ലേസ് ഇറ്റ് 2 റോഡ് എന്ന് പറഞ്ഞ സീക്വൻസ് ആയിട്ട് പ്രസന്റേഷൻ ആണ്. 8 വരെ വെച്ചു, 9 കാർഡ് എടുത്തു. ദെൻ ഇവിടെ 9ാമത്തെ 9th റോഡും അതിന്റെ ടോപ്പിലുണ്ട്, അത് പ്ലേസ് ചെയ്യാം. ഈ 4 രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ, ഐ മീൻ 1 to 10 വരെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാനും വളരെ കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് 1 മുതൽ 10. ആ 4ാമത്തെ ഒന്നും കൂടി പറയാം. ഞാൻ ഒന്നുകൂടെ ഓർഡറിൽ തന്നെ പറയാം. ഫസ്റ്റത്തത് ഏതെങ്കിലും ഒരു റോഡ് എടുക്കുക. ടേക്ക് എനി റോഡ്, അതിന്റെ കാർഡ് വെക്കുക. ഏതെങ്കിലും ഒരു റോഡാണ് ഫസ്റ്റ് എടുക്കേണ്ടത്, അതിന്റെ കാർഡ്. അതിന് ഓർഡർ വേണ്ട. 2ാമത്തെ പ്രസന്റേഷൻ ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. ഒരു കാർഡ് എടുത്തിട്ട് ആ കാർഡ് ഏത് കാർഡാണെന്നൊന്നുമില്ല, 10-നുള്ളിൽ ഏത് കാർഡും എടുക്കുക, അതിന്റെ റോഡ് വെക്കുക. ഈ 2 പ്രസന്റേഷനും ഓർഡർ അല്ല. പക്ഷെ 3ാമത്തത് ടേക്ക് 1 റോഡ്, അതായത് നമ്മൾ ആദ്യത്തെ റോഡ് എടുക്കുക, എന്നിട്ട് അതിന്റെ കാർഡ് വെക്കുക. 2ാമത്തത് ടേക്ക് 2 റോഡ്, ദെൻ അതിന്റെ കാർഡ് വെക്കുക, 2 എന്നുള്ള കാർഡ് വെക്കുക. ടേക്ക് 3 റോഡ്, 3ന്റെ കാർഡ് വെക്കുക. ടേക്ക് 4. ഇതൊക്കെ എടുക്കുമ്പോൾ ട്രേസ് ചെയ്യുന്ന വേണം കേട്ടോ. ട്രേസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്തിട്ടാണ് കുഞ്ഞ് വെക്കേണ്ടത്. കാരണം കുഞ്ഞിന് ഇപ്പോൾ ഓർഡറിൽ കിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഓർഡറിലല്ല വെച്ചേക്കുന്നത്, ഡിസോർഡർ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് ഓരോന്നും ട്രേസ് ചെയ്ത് നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ റോഡ് എടുക്കുക. എന്നിട്ട് അപ്പൊ അതിന്റെ സീക്വൻസ് ആയിട്ട് തന്നെ വെക്കണം. 4ാമത്തത് ഫസ്റ്റ് എടുക്കേണ്ടത് 1ാമത്തെ കാർഡാണ്. ആദ്യം കാർഡ് എടുക്കുക, എന്നിട്ട് അതിന്റെ റോഡ് വെക്കുക. 2ാമത്തെ കാർഡ് എടുക്കുക, റോഡ് വെക്കുക. അതായത് 3ാമത്തെ പ്രസന്റേഷന്റെ നേരെ ഓപ്പോസിറ്റ്. 3ാമത്തേല് റോഡാണ് ആദ്യം എടുക്കുന്നത്, പിന്നെ കാർഡ് വെക്കുന്നത്. 4ാമത്തേതില് കാർഡ് ആദ്യം എടുക്കുന്നു, പിന്നീട് റോഡ് വെക്കുന്നു. 3ഉം 4ഉം നമുക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പം ഒരേ രീതിയിലാണ് ഫീൽ ചെയ്യുക. ഇത് 3ാമത്തെ പ്രസന്റേഷൻ ആണ്. കണ്ടോ, ഇവിടെ നമ്മൾ 7ാമത്തെ നാലാമത്തെ കാർഡ് വെക്കുമ്പോ അത് സീക്വൻഷ്യൽ ആയിട്ടല്ലേ വെക്കുന്നത്? അതെ സീക്വൻസ് ആയിട്ട് തന്നെയാണ് വെക്കേണ്ടത്. ഇതാണ് 4ാമത്തെ പ്രസന്റേഷൻ. കണ്ടോ, സീക്വൻസ് ആയിട്ട് നമ്മൾ 8 വരെ വെച്ചിട്ടുണ്ട്. 8 വരെ വെച്ചതിന് ശേഷം 9th കാർഡ് എടുത്തു, അതിന് ശേഷമാണ് നമ്മൾ റോഡ് പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് വരുന്ന സ്പിൻഡിൽ ബോക്സ് ആണ്. സ്പിൻഡിൽ ബോക്സ് നിങ്ങൾ ചെയ്തതല്ലേ? സ്പിൻഡിൽ ബോക്സ് ഈ സ്പിൻഡിൽ ബോക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കൗണ്ടിങ് പഠിക്കാനല്ലേ? കൗണ്ടിങ് പഠിക്കുക. പിന്നെ 0 is nothing എന്നുള്ള കൺസെപ്റ്റ്. അതെ, സീറോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് കൺസെപ്റ്റ് ഓഫ് സീറോ. സീറോയുടെ കൺസെപ്റ്റ് അവിടെ കൊടുക്കുകയാണ്. 0 is nothing. 0 എന്ന് എഴുതിയ 10 കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. 10 compartments. This is spindle box including
10 compartments. Each compartments, each numbers. അല്ലേ? ഓരോ കമ്പാർട്ട്മെന്റ്സിലും ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇസ് 0. 0 is nothing. Then second compartment is 1. Third compartment 2. അങ്ങനെ 10th കമ്പാർട്ട്മെന്റ് വരുന്നത് 9 ആണ്. എത്ര സ്പിൻഡിൽസ് ഉണ്ടായിരിക്കും? 54 50 50? 4. ഉറപ്പാണോ? Yes. 54 6 4 54 നമുക്കിവിടെ 9 വരെ ഉള്ളൂ. 45 എന്തോ അല്ലേ? 44 അല്ലേ? 45. 45 സ്പിൻഡിൽസ്. ഐ മീൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ 1 ആണ്. 1 and 9 10. 2 and 8 10. 3 and 7 10. 4 and 6 10. പിന്നെ അവിടെ ആരാ ബാലൻസ് ഉള്ളത്? 5. 5. 45. ക്ലിയർ അല്ലേ? Yes. 45 സ്പിൻഡിൽസ്. അതുപോലെ സ്പിൻഡിൽ ബോക്സ് 0 is nothing എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ 0 ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ സ്പിൻഡിൽ ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് ഇസ് സ്പിൻഡിൽ ബോക്സ്. Then including 10 compartments. Each compartments introduce each numbers. First compartment is 0. 0 is nothing. Then second compartment is 1. Place it 1 rod. Then second ഇതിൽ 1ഉം 2ഉം വെച്ചിട്ടുണ്ട്. നാലാമത്തെ കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടോ, റൈറ്റിൽ ഹാൻഡ് കൊണ്ട് ലെഫ്റ്റിലോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ? Yes. ഓരോന്നും എടുത്തിട്ട്, അതായത് മൊത്തത്തിലല്ല എടുക്കുന്നത്, ഓരോന്നും എടുത്തിട്ടാണ് വെക്കുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് എന്തായിരിക്കും? ഓർഡർ 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 ഓർഡർ, Order. പിന്നെ കൗണ്ട് ചെയ്യാന്. ഓക്കെ, കൗണ്ട് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യും. പക്ഷേ നമ്മൾ Balls ന്റെ 1 എണ്ണം സ്പിൻഡിൽ വെക്കുമ്പോൾ, 1 സ്പിൻഡിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടത് കൈ കൊണ്ട് കുഞ്ഞിനോട് അത് പിടിക്കാൻ പറയും. Then 10 2 വരുമ്പോ പിടിക്കാൻ സ്പിൻഡിൽസ് പറ്റും. വെക്കുമ്പോൾ വീണ്ടും പിടിക്കാൻ പറയും. 3 വെക്കുമ്പോൾ പിടിക്കാം. അപ്പൊ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ കൈ എന്താണ്, അതിന്റെ വോളിയം ജസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ? കൈ ഓപ്പൺ ആയി ഇങ്ങനെ 9 വരെ വരുമ്പോഴേക്കും കുഞ്ഞിന്റെ കയ്യിൽ അത് കൊള്ളാത്ത രീതിയിലാണ് വരിക. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ്, ഇൻ കേസ് കൗണ്ടിങ്ങിലൂടെ ആ ഒരു ഡിഫറൻസ് അറിയാത്ത കുട്ടികൾക്ക് കയ്യിന്റെ വ്യത്യാസത്തിൽ അറിയാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൈ നമുക്ക് കുറച്ച് ആ ഒരു വോളിയം കുറച്ച് കൂട്ടേണ്ടി വരും എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇടത് കൈയിലേക്ക് പാസ് ചെയ്തിട്ട് ഇടത് കൈ കൊണ്ടല്ല വെക്കേണ്ടത്, വീണ്ടും വലത് കൈയിലോട്ട് കൊടുത്തിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. ഇടത് കൈ കൊണ്ട് ബോക്സിലേക്ക് വെക്കുക എന്നുള്ള ഓപ്ഷൻ അല്ല. ഇടതിലോട്ട് വെച്ചിട്ട് അത് പിടിച്ചതിന് ശേഷം വീണ്ടും വലത് കൈയിലോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബോക്സിൽ പ്ലേസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. 1 മുതൽ 10 വരെയുള്ള കാർഡ്സ് ഉണ്ട്. അപ്പൊ എത്ര കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും? ഹൗ മെനി കൗണ്ടേഴ്സ്? നേരത്തെ സ്പിൻഡിൽ ബോക്സ് അല്ല, സ്പിൻഡിൽസ് എത്ര പറഞ്ഞേ? 45. 45. ഇത് 55. കാരണം 10 ഏറിയില്ലേ? നമുക്ക് 10 കാർഡ് ഉണ്ട്. ഉണ്ടോ? ഇവിടെ 1 to 10 കാണുന്നില്ലേ? 1 to 10 വരെ കാർഡ്സ് ഉണ്ട്. കൗണ്ടേഴ്സും പ്ലേസ് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 കണ്ട വെച്ചത് കണ്ടോ? ഡൗട്ട് ആ. ഇതിലിപ്പോ ഈ കൗണ്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വൺസ് ടെൻസ് ആ ഒരു മെത്തേഡിലാണോ, അതോ നമുക്ക് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണമെന്നുണ്ടോ? കാരണം
നമ്മുടെ അവിടെ എല്ലാം ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 1 അതിന്റെ തൊട്ട് താഴെ 2 3 അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലായോ ഞാൻ എങ്ങനെയുണ്ട്? ഇതിന്റെ അടുത്ത ആക്ടിവിറ്റി ഞാൻ കാണിച്ചു തന്നിട്ട് പറയൂ കേട്ടോ. ആ ഇത് നമ്മള് ഈ ഒരു സംഭവം കണ്ടോ, ഫിംഗർ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്യാ. 1 ഉം. എന്നിട്ട് താഴേക്ക് ആ ഫിംഗർ കൊണ്ടുപോവാണ്. 1 2 2 വെക്കുമ്പോൾ ഒന്നുകൂടെ താഴേക്ക് വരും. 3 വരുമ്പോൾ സ്റ്റോപ്പായി. ഫിംഗർ താഴേക്ക് പോകുന്നില്ല. 4 വരുമ്പോൾ താഴേക്ക് പോവില്ലേ. 5 വരുമ്പോൾ സ്റ്റോപ്പ് ആവും. 6 വരുമ്പോൾ താഴേക്ക് പോകും. 7 വരുമ്പോൾ ഫിംഗർ ഇവിടെ സ്റ്റോപ്പായി. അവിടെ ഒരു ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട്, സെന്ററിൽ കിടക്കുന്നുണ്ട്. അവിടെ ആ ഫിംഗർ താഴേക്ക് പോകുന്നില്ല. ദെൻ ഇവിടെ കണ്ടോ 8 വന്നപ്പം ആ ഫിംഗർ താഴേക്ക് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ. ഉം. ഓഡ് ആൻഡ് ഈവൻ എന്നുള്ളൊരു കൺസെപ്റ്റ്. Okay. ഓഡ് ആൻഡ് ഈവൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റിയിൽ കുഞ്ഞ് കൃത്യമായിട്ടും അത് വാച്ച് ചെയ്യുന്നുണ്ട്. 2 1 സ്റ്റോപ്പ് ആവാണ്. 1 എന്നുള്ള ഒരു നമ്പർ നമ്മളിവിടെ കൊടുക്കുമ്പോൾ താഴെ 1നെ ഫോക്കസ് ചെയ്തിട്ട് ആ കൗണ്ടർ ടച്ച് ചെയ്യാണ്. 2 വരുമ്പോൾ സെന്ററിലൂടെ താഴേക്ക് 2 3 4 5 6 7 8 9 10 താഴേക്ക് നമ്മളിങ്ങനെ ഫിംഗർ പോകുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്ന ആ ഒരു ഓഡിയോയിലും അതിന്റെ ഒരു വേരിയേഷൻ കൊടുക്കുക. അപ്പൊ അവിടെ നമ്മൾ 1 ട്രേസിംഗും കൂടെ ഈ കൂടെ കാണിക്കണം അല്ലേ? അതെ, ജസ്റ്റ് ഒരു കൗണ്ടിങ് മാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഓഡ് ഈവൻ. ഇപ്പൊ നമ്മൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൽ ഫിംഗർ ടച്ച് ചെയ്തത് ഏത് നമ്പേഴ്സിലാണ് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ 1 3 5 7 9 എന്ന് ആൻസർ ചെയ്യും. ഫിംഗർ ടച്ച് ചെയ്യാതെ പോയത് ഏത് നമ്പേഴ്സിലാന്ന് ചോദിക്കുമ്പോൾ അതും സ്കിപ്പ് കൗണ്ടിങ് ചെയ്യും. ഇപ്പൊ നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് എന്നുള്ള രീതിയിൽ UKG കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്കിപ്പ് കൗണ്ടിങ് പഠിപ്പിക്കാൻ, അതുപോലെ ഓഡ് ആൻഡ് ഈവൻ പഠിപ്പിക്കാനൊക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഇനി വരുന്നത് നമ്പർ ഗെയിം ആണ്. ഈ നമ്പർ ഗെയിം നമുക്ക് മെറ്റീരിയൽ ആയിട്ടില്ല. പക്ഷെ ക്ലാസ് റൂമിൽ തന്നെ കുട്ടികളെ ഗ്രൂപ്പ് ആക്കുക. 2 ഗ്രൂപ്പായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളികൾ കൊടുക്കുക. ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റേ ഗ്രൂപ്പിലേക്ക് കുഞ്ഞിനെ കളിയിലൂടെ എത്തിക്കുക. പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഈ ഓണത്തിനൊക്കെ ആര് പൂ പറിക്കാൻ പോരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കളി, ഓർക്കുന്നുണ്ടോ? Yes. ചെയ്തിട്ടുണ്ടോ? യെസ്. യെസ്. അതെ, അതൊക്കെ ഒരു മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കളിയല്ലേ. കൂടുതലായിട്ട് ആളെ കിട്ടുന്നവര് വിജയിക്കുകയാണ് അല്ലെ. അതേ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളികൾ കൊടുക്കുക, നമ്പർ ഗെയിംസ് ആയിട്ട്. ഇത്രയും ആക്ടിവിറ്റിയാണ് നമുക്ക് ഗ്രൂപ്പ് 1 വരുന്നത്. ഗ്രൂപ്പ് 1 ഇത്രയും ആക്ടിവിറ്റിയാണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് 2 പോകുമ്പോൾ ഡെസിമൽ സിസ്റ്റം, ഗോൾഡൻ ബീഡ്സ്, ദ കോൺക്രീറ്റ്. 1 ഒരു മുത്താണ്. 10 അതില് 10 മുത്ത് കമ്പി കോർത്തിട്ടുണ്ട്. 100 വന്നപ്പം ഈ 10 മുത്തിന്റെ 10 ബാർ. 1000 വന്നപ്പം 100ന്റെ 10 ബാർ അവിടെ കൊടുത്തൊരു ക്യൂബായി, സ്ക്വയർ ക്യൂബാക്കി. ഇതാണ് 1s 10s 100 1000. ഇനി ഇത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ലെഫ്റ്റ് ടു റൈറ്റ് കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇവിടുത്തെ ആക്ടിവിറ്റി ഒക്കെ നോക്കിയാലും ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, 1 ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ്. പക്ഷെ ഈ ഒരു ആക്ടിവിറ്റി 1s 10s 100 1000 ഇത് കണ്ടോ, ഇവിടെ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കൊടുത്തത്. എന്താ കാരണം? പ്ലേസ് വാല്യൂ. യെസ്, മൈനസ് പ്ലേസ്. അതിന്റെ സ്ഥാനം 1000 അല്ലേ ഫസ്റ്റ് വരുന്നത്. ലെഫ്റ്റിൽ എപ്പോഴും എന്താണ് വരുന്നത്? 1000 ആണ്.
ദെൻ 100, പിന്നെ 10, 1. അപ്പൊ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ പ്ലേസ് വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കാണിക്കേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റ്. അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആവും എഴുതുമ്പോൾ. ഫസ്റ്റ് വൺസ് അല്ല എഴുതേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് വൺസ് അല്ല, ഫസ്റ്റ് എഴുതേണ്ടത് 1000 ആണ് എന്നൊരു കൺസെപ്റ്റ് കൊടുക്കുകയാണ്. വൺസ്, ടെൻസ്, 100, 1000 ഓരോന്നും നമ്മൾ 3 പീരീഡ് ലെസൺ വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. കുഞ്ഞിനെ കൊണ്ട് കൈ ഫീൽ ചെയ്യിക്കണം. ഒരു ബീഡ് കൊടുത്തിട്ട് കൈ നന്നായിട്ട് ചുരുട്ടി പിടിക്കാൻ പറയാം. അതുപോലെ ആ ഒരു 1 ബീഡ് മാറ്റി വെച്ചിട്ട് 10 ബീഡ് കൃത്യമായിട്ട് കൈ ചുരുട്ടി പിടിക്കുക. പിന്നെ ഇതില് നമ്മള് 100 സ്ക്വയർ വരുമ്പം അതിന്റെ ആ ഒരു വോളിയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ കൈ തന്നെ കൊടുക്കുക. 1000 ഇതേപോലെ കൃത്യമായിട്ട് ഫീൽ ചെയ്യിക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ അബ്സ്ട്രാക്ട് ഫോം 1, 10s, 100, 1000. 100ഉം 1സും ഗ്രീൻ കളറിലാണ് നമ്മൾ മോണ്ടിസറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 10s ബ്ലൂ, 100 റെഡ്. ഓരോന്നും നമ്മൾ 3 പീരീഡ് ലെസൺ വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ദിസ് ഇസ് വൺസ്, സേ 1. ദിസ് ഇസ് 10, സേ 10 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കൃത്യമായിട്ട് നെയിമിങ്, റെക്കഗ്നീഷൻ, റീകോൾ ഇങ്ങനെ പഠിപ്പിക്കുക. ഇത് റെക്കഗ്നീഷനാണ്. ഇനി ഇതിന്റെ കൗണ്ടിങ് ത്രൂ. ഇവിടെ ഇപ്പൊ നമ്മള് കൗണ്ടിങ് ത്രൂ, ഇവിടെ ഞാൻ വെച്ച ബീഡ്സ് കണ്ടോ, 9 ബീഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ബീഡ് വെക്കുക. ഒരു ബീഡ് വെച്ചിട്ട് we add one more bead, we get 2 tens. 2 ones ആണ്. വൺസ് അല്ലേ വെക്കുന്നത്. അപ്പൊ 2 ones വെച്ചു. ദെൻ മൂന്നാമത്തെ ബീഡ് വെക്കുമ്പം we add one more bead, we get 3 ones. പിന്നെ ആ ബീഡ് ഒഴിവാക്കിയിട്ട് വൺസ് ആക്കാം. we add one more one, we get 4 ones. we add one more one, we get 5 ones. we add one more one, we get 6 ones. we add one more one, we get 7 ones. we add one more one, we get 8 ones. we add one more one, we get 9 ones. അപ്പൊ 9 ones ഇങ്ങനെ തന്നെ വെക്കണം, നേരെ വെക്കാൻ പാടില്ല. കാരണം എന്താണ്, ഈ ഒരു 10 ബീഡ് ബാറിന്റെ രൂപം എങ്ങനെയാണ്, ഈ രീതിയിലാണ് അല്ലെ. ഇവിടെ നമ്മൾ 9 കഴിഞ്ഞിട്ട് we add one more one, we get a 10 bead bar. ഒരു 10 ബീഡ് ബാർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വൺസിനെ റിമൂവ് ചെയ്യും. ഈ വൺസിനെ നമ്മൾ മാറ്റണം. ദെൻ വൺസ് മാറ്റിയതിന് ശേഷം 10 ബീഡ് ബാറിന്റെ കൂടെ we add one more 10 bead bar, we get 2 10 bead bar. കാരണം 20 പഠിക്കാനായിട്ടില്ല. 20 നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്കാണ് വരുന്നത്. അപ്പൊ 2 10 bead bar ആവും. ദെൻ 3 10 bead bar, 4 10 bead bar ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിന് കൃത്യമായിട്ട് 9 10 bead bar വരെ ആഡ് ചെയ്തതിന് ശേഷം, ഇവിടെ 9 10 bead bar ആഡ് ചെയ്തതിന് ശേഷം we add one more 10 bead bar, we get a 100 bar. ഒരു 100 ബാർ കിട്ടാണ്. ഇവിടെ 10 ബീഡ് ബാർ വെച്ച് 9 10 ബീഡ് ബാർ വെച്ചിട്ടുണ്ട്. 10ലേക്ക് നമ്മൾ 9 കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ബീഡ് ബാർ ആണ്. ഇനി 10 ബീഡ് ബാറിനെ റിമൂവ് ചെയ്തതിന് ശേഷം 100 ബീഡ് ബാർ വെക്കുകയാണ്. 9 അപ്പോൾ 100 ബീഡ് ബാർ നോർമലി നമ്മൾ പറയുമ്പോൾ തന്നെ 200 300 അങ്ങനെയാണ് വരിക. കാരണം അവിടെ നമുക്ക് 200 എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ 200 പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ 200 കറക്റ്റ് 200 എന്നല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 100 നമ്മൾ we add one more 100 bead bar, we get 200 bead bar. we add one more 100 bead bar, we get 300 bead bar. we add one more 100 bead bar, we get 400 bead bar. അങ്ങനെ 900 ബീഡ് ബാർ വരെ വെച്ചതിന് ശേഷം
we add one more 100 bead bar, we get a 1000 cube. ഇവിടെ ബാർ പറയാൻ പാടില്ല, ക്യൂബ് ആണ്. ഇത് ഇൻബിൽഡ് ആണ്, കണക്റ്റഡ് ആണ്. ഒരു 1000 ക്യൂബ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് കൗണ്ടിങ് ത്രൂ. ഐ മീൻ വൺസ്, ടെൻസ്, 100, 1000. കുട്ടി വളരെ സിമ്പിൾ ആയിട്ട് 1000 വരെ പഠിക്കുകയാണ്, ഒരു പ്ലേസ് വാല്യൂ പഠിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ ആണ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ കൊടുക്കുകയാണ്. 1 to 9, 10 to 90, 100 to 900 ആൻഡ് 1000. ഇതിങ്ങനെ വെച്ചതെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ, 0 എന്നതിനേക്കാളും 1ലേക്കുള്ള ഒരു ഫോർമേഷൻ ആണ് കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 to 9 വരെ 1 വെച്ചതിന് ശേഷം we add one more 1, we get 2. We add one more 1, we get 3. We add one more 1, we get 4. അങ്ങനെ ഇവിടെ നമ്മൾ 10 വരെ കുഞ്ഞ് ഓൾറെഡി കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 10 വെക്കുമ്പോൾ അവിടെ നമ്മൾ 10 to 20 വെക്കുമ്പം നേരത്തെ പറഞ്ഞതുപോലെ 2 1s-ഉം 3 1s-ഉം അല്ല പറയേണ്ടത്, 3 10s-ഉം 2 10s-ഉം അല്ലാണ്ട് നമുക്ക് 20 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 2 10 അല്ലേ മിസ്? 2 10 ആണ്. 2 10 നമ്മൾ 20 പറയാം. 3 10 30, 4 10 40. ജസ്റ്റ് 4 10 പറഞ്ഞാലും കുഴപ്പമില്ല. 4 10 അങ്ങനെ നോർമലി കുട്ടികൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. 20 30 ഒക്കെ നമ്മൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ഈ 10 വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? വൺസിനെ നമ്മൾ റിമൂവ് ചെയ്യണം, പുട്ട് ബാക്ക് ചെയ്യണം. ദെൻ 10 to 90 വരെ വെക്കുക. We add one more 10, we get 210 അല്ലെങ്കിൽ 20. We add one more 10, we get 310. We add one more 10, we get 410. ഇങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് 9 10 കഴിഞ്ഞതിന് ശേഷം we add one more 10, we get 100. Then 10s-നെ റിമൂവ് ചെയ്തിട്ട് 100 900 വരെ വെച്ചതിന് ശേഷം 900 കഴിഞ്ഞിട്ട് we add one more 100, we get 1000. ഇങ്ങനെ പ്ലേസ് വാല്യൂ കുഞ്ഞിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഇതിന്റെ തന്നെ പ്ലേസ് ശരിക്കും പറ്റുന്നില്ല, കാണുന്നുണ്ടല്ലോ അല്ലെ? വൺസും ടെൻസും 100s-ഉം 1000-ഉം അതിന്റെ ഗോൾഡൻ ബീഡ്സ് വെച്ചതാണ്. 1ന്റെ കൂടെ 1, 2ന്റെ കൂടെ 2, 3, 4, 5, 6, 7, 8, 9. ഈ 9 കഴിഞ്ഞതിന് ശേഷം 10 ബീഡ് ബാർ വെക്കുക. 20 ബാർ, 20യുടെ അബ്സ്ട്രാക്ട് കോൺക്രീറ്റും 30യുടെ അബ്സ്ട്രാക്ട് കോൺക്രീറ്റും 40, 50, 60, 70, 80, 90. അതിനുശേഷം 100s നമ്മൾ ആ ക്യൂബ്സിന്റെ മുത്ത് മാറും. മുത്തിന്റെ അതേ പാറ്റേൺ കൊടുത്തിട്ട് കാർഡ്ബോർഡ്, ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് ആയിരിക്കും. 100, 200, 300, 400, 500. താഴേക്ക് ഉണ്ട് കേട്ടോ, കാണുന്നില്ലേ? വിളിക്കുക, ക്ലാസ്സിലൊക്കെ വിളിക്കുക. Then 600, 700, 800. താഴേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ അട്ടിയാണ്, ഓരോ അട്ടി കാണുന്നില്ലേ? ഇങ്ങനെ. ഇനി 1000ന്റെ ക്യൂബ്, വലിയ ക്യൂബാണ്. ബീഡ്സിന് പകരം ഈ ക്യൂബ്സ് ആണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് കൊടുക്കുക. നെക്സ്റ്റ് ബേർഡ്സ് ഐ വ്യൂ. ഇതിൽ 9000 വരെ വെക്കണം, പക്ഷെ ഞാനിവിടെ 4000 വരെയാണ് വെച്ചിട്ടുള്ളത്. 1000s 1000, 2000, 3000, 4000. ഇങ്ങനെ 1000 ആവുമ്പോൾ ക്യൂബ്സ് ഓരോന്നും കൂടും. കൃത്യമായിട്ട്
കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് കാണിച്ചു കൊടുക്കുക. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൂപ്പ് 2 വരുന്നത്. ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ലും നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഇൻ കേസ് ഇനി ഇപ്പൊ ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ. നമ്പർ വെച്ചിട്ട് പറഞ്ഞില്ലേ, നമ്പർ കാർഡ്സ് വെച്ചിട്ട് പറഞ്ഞില്ലേ ലാസ്റ്റ് മിസ്സും, കോൺക്രീറ്റ് ആൻഡ് നമ്പർ അബ്സ്ട്രാക്ട്. ബീഡ്സ് വെച്ചിട്ട് ആ ആ അത് ക്ലിയർ ആയില്ല. നമ്മൾ ഡൗട്ട് ബീഡ്സും ചോദിക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും. കുഴപ്പമില്ല, അത് ചോദിക്കണം, ചോദിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ബീഡ്സും കാർഡ്സും വെക്കല്ലേ, 1 ബീഡിന് 1 അപ്പം കാർഡ്. നമ്മള് സ്റ്റാർട്ട് 10 വരുമ്പം 10ന്റെ ബീഡ്സ് വെച്ചിട്ട് ബാർ 20 വരുമ്പം ആ 10ന്റെ 2 ബീഡ്സ് വെച്ചിട്ട് അങ്ങനെയാണ്. അതെ, 2 ബീഡ് ബാർ. അതാണ്. അപ്പൊ ഞാൻ ആ ബീഡ്സ് വെക്കുന്നതിനെ കൺഫ്യൂഷൻ ചെയ്യുമ്പോഴേ ബീഡ് വരുള്ളൂ. അപ്പൊ ബാർസ് ആണ്. ചോദിക്കാം. 1 മുതൽ 9 വരെ ബീഡ്സ് ആണ്, ബീഡ് മാത്രമാണ്, ഓരോ ബീഡും ആണ്. പക്ഷെ 10 to വരുമ്പോ 10 എന്ന് പറഞ്ഞാല് ഒരു 10 ബീഡ്സ് ഉള്ള ഒരു കമ്പിയിൽ നമ്മൾ കോർത്തതാണ്. അപ്പൊ അതിൽ 2 ബാർ ഉണ്ടായിരിക്കും, പിന്നെ 3 ബാർ, 4 ബാർ, ഇങ്ങനെ ബാർസ് ആയിട്ടാണ് വരിക. 100ലോട്ട് വരുമ്പം സ്ക്വയർ ആയിട്ട് വരും. ആ സ്ക്വയറിന്റെ ഒരു 100 ബാർ എന്നുള്ള രീതിയിൽ വരും. ഒരു ക്യൂബ് പോലെ. ക്യൂബ് അല്ല, സ്ക്വയർ. ക്യൂബ് 1000 ആണ്. 1000. ഡൗട്ട്സ് നിങ്ങൾക്ക് ഇനിയിപ്പം ചോദിക്കാം, വിട്ടുപോയതുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം, അതായത് ഗ്രൂപ്പിൽ ചോദിക്കട്ടെ. പേഴ്സണൽ ആയിട്ട് കഴിയുന്നതും മെസ്സേജ് ഒഴിവാക്കുക, കാരണം ഗ്രൂപ്പ് ആവുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രൂപ്പ് നോക്കാൻ പറ്റും. ഇനിയിപ്പോ ആ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടിക്കോണമെന്നില്ല, ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. എന്നാലും ഞാനെപ്പോഴും എന്റെ ഫ്രീ ടൈമിൽ ഞാൻ എല്ലാ മെസ്സേജും ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഗ്രൂപ്പിലാവുമ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് മറ്റൊരാൾക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാലോ കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇല്ലേ മാം, ഇതിലത്തെ ഡൗട്ട് അല്ല, നമ്മള് പിങ്ക് ടവർ ഉണ്ടാക്കുന്നില്ലേ, അത് ഫോം ബോർഡ് നിർബന്ധം ഉണ്ടോ? നമുക്ക് കട്ടിയുള്ള ചാർട്ട് വെച്ചിട്ട് യൂസ് ചെയ്തൂടെ? കട്ടിയുള്ള ചാർട്ട് യൂസ് ചെയ്യാം, നന്നായിട്ട് വൃത്തി ചെയ്താൽ മതി. കാരണം ഇവിടെ അങ്ങനെ ഫോം ബോർഡ് കിട്ടുന്നില്ല, ഞങ്ങൾ കുറെ അന്വേഷിച്ചു. ഫോം ബോർഡിന്റെ ബോക്സ് കിട്ടുന്നുണ്ട് നമുക്ക്, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട്, പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കറക്റ്റ് ആണ്. 10 to 10 ആയിട്ടുള്ളൊരു നമുക്ക് 6 പീസ് വേണം. 10 ക്യൂബ് ചെയ്യണമെങ്കിൽ ഫോം ബോർഡിനേക്കാൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആവുമ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കട്ട് ചെയ്തിട്ട് മടക്കി വെക്കാൻ പറ്റും. മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു നൈഫ് കൊണ്ട് ചെറിയൊരു വര വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ മടക്കി നോക്കൂ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതി കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.